കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വീണ ഹിറ്റാച്ചി ഇന്ന് ഉയർത്തില്ല എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. കൃത്യമായ ആസൂത്രണമില്ലാതെ ഹിറ്റാച്ചി ഉയർത്താൻ കഴിയില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. ദൗത്യമുടൻ നടക്കില്ല എന്നും 300 ടൺ കപ്പാസിറ്റി ഉയർത്താനുള്ള ക്രെയിൻ വേണമെന്നും ഖലാസിമാർ പറയുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജി, ദുഷ്കരമായൊരു ദൗത്യമാണ്, അത് ഉടൻ നടക്കില്ല എന്നാണോ? അജി, കേൾക്കാമോ? അനുജ, ചോദ്യം ഒന്നുകൂടെ ചോദിക്കാമോ? വളരെ ദുഷ്കരമായൊരു ദൗത്യമാണ്, അതുടൻ നടക്കില്ല എന്നാണോ അറിയാൻ കഴിയുന്നത്? തീർച്ചയായും ബേപ്പൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം അടക്കം ഇവിടെ വന്നിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അത് വളരെ താഴ്ചയിലേക്ക് പോയ കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു ഹിറ്റാച്ചിയാണ്. അത് ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഖലാസിമാർ പറയുന്നത് ഈ 300 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ള ക്രെയിനാണ് പ്രധാനമായും വേണമെങ്കിൽ മാത്രമേ അത് ഉയർത്താൻ കഴിയുള്ളൂ. കേരളത്തിൽ അത്രയും കപ്പാസിറ്റി ഉള്ള ക്രെയിൻ ഇല്ല എന്നുള്ള വിവരമാണ് പൊതുമരാമത്ത് വകുപ്പൊക്കെ അന്വേഷിച്ചപ്പോൾ പ്രധാനമായും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് തന്നെ ഇത് വലിയ തലത്തിൽ ഈ ദൗത്യം വളരെ ശ്രമകരമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവിടെ ആളുകൾക്ക് നിൽക്കുവാനോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും തന്നെയും അവിടെ ഇല്ല. അതും ഈ ദൗത്യത്തിന് ദുഷ്കരമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കരാറ് എടുത്തിരിക്കുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ച ആളുകളൊക്കെ നാളെ എത്തുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഒരു തുടർ നടപടി എന്താണ് വേണ്ടത്. ഈ മറ്റൊരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റാച്ചി ഉയർത്താനാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹിറ്റാച്ചി പാർട്സായിട്ട് അഴിച്ചു മാറ്റി മുകളിലേക്ക് എത്തിക്കുകയാണോ വേണ്ടതെന്നുള്ള കാര്യമാണ് നിലവിൽ അത് നോക്കുന്നത്. പോലീസും ഇത് സംബന്ധിച്ച് പറയുന്നൊരു കാര്യം അനുജ, അതായത് ഇവിടെ വലിയ തരത്തിലുള്ള വീതി കുറഞ്ഞുള്ള ഒരു റോഡാണ്, ഗതാഗത തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ പോലീസും പറഞ്ഞിരിക്കുന്നത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ ആ ദൗത്യത്തിലേക്ക് കടക്കുന്നത് ശരിയാകില്ല എന്നുള്ളതാണ്. പോലീസും അങ്ങനെ തന്നെ അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ അജി കുഞ്ഞുമോൻ വിവരം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.